രാജസേവകൻ ഈശോയുടെ അരികിൽ വന്ന് അപേക്ഷിക്കുകയാണ്. ദേ, എൻ്റെ മകൻ മരിക്കാറായി കിടക്കുകയാണ്. നീ ഒന്ന് വേഗം എൻ്റെ വീട്ടിലേക്ക് വന്ന് എൻ്റെ മകനെ രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ ആള് മരിച്ചു പോകും. ഈശോ എന്താ പറഞ്ഞെന്നറിയാവോ? നീ പൊക്കോ, ഞാൻ വരില്ല, നിന്റെ മകൻ സുഖം പെട്ടോളും. സാധാരണഗതിയിൽ സ്വന്തം മകനാണല്ലോ മരിക്കാൻ പോണേ. അയ്യോ ഈശോയെ അങ്ങനെ പറയില്ല, എൻ്റെ ഒന്ന് വാ പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞ് നിൽക്കേണ്ട ആള്. പക്ഷെ ആ രാജസേവകൻ ഈശോ പറഞ്ഞപ്പോൾ നീ പൊക്കൊള്ളാൻ പറഞ്ഞപ്പോൾ ഈശോയുടെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവാണ്. തിരുവചന ഭാഗത്ത് വ്യക്തമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. പോകും വഴി അവിടെ ചെന്ന് മനസ്സിലാക്കുന്നു, ഇതാ മകൻ സുഖപ്പെട്ടു. അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, ഈശോ പറഞ്ഞില്ലേ അവിടെ, നീ പോയിക്കൊള്ളുക, നിന്റെ മകൻ സുഖം പ്രാപിക്കുന്നു. ആ പറഞ്ഞ കറക്റ്റ് ടൈമിലാണ് മകൻ സുഖപ്പെട്ടിരിക്കുന്നത്. നോക്ക്, വിശ്വാസമുണ്ടെങ്കിൽ, എന്താണ്, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ പർവ്വതം തന്നെ മാറിപ്പോകുന്നൊക്കെ പറയുന്നില്ലേ, മല മാറിപ്പോകുന്നൊക്കെ പറയുന്നില്ലേ. നമ്മൾ വളരെ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസമില്ല, അതുകൊണ്ട് കാര്യങ്ങൾ നടക്കാത്ത. ഈശോയുടെ വചനത്തിൽ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്ഭുതം നടന്നിരിക്കുമെന്ന് രാജസേവകന്റെ മകനെ സുഖപ്പെടുത്തിയ അത്ഭുതം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്.